Hi everyone, I'm Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. നോ സ്റ്റോപ്പ് റൂൾ. റൂൾ എന്നാൽ നിയമം. നോ സ്റ്റോപ്പ് റൂൾ, ഇടയിൽ നിർത്താത്ത നിയമം. വുമൺ, ഒരു സ്ത്രീ. സ്മാഷ്, സ്മാഷ് എന്നാൽ തകർക്കുക എന്നുള്ള അർത്ഥം. ഉടയ്ക്കുക, അടിച്ചു തകർക്കുക. സ്മാഷസ്, അടിച്ചു തകർക്കുന്നു. വിൻഡോ, ജനൽ. വിൻഡോ ഓഫ് കേരള ഗവൺമെൻറ് റൺ പ്രീമിയം ബസ്. ഗവൺമെൻറ് റൺ പ്രീമിയം ബസ് എന്നാൽ സർക്കാർ നടത്തുന്ന പ്രീമിയം ബസ്. സർക്കാർ നടത്തുന്ന ഗവൺമെൻറ് പ്രീമിയം ബസ്സിൻ്റെ ജനൽ ചില്ല് ഒരു സ്ത്രീ അടിച്ചു പൊട്ടിച്ചു. ലേറ്റർ, പിന്നീട്, അതിനുശേഷം. ക്ലാരിഫൈസ്, ക്ലാരിഫൈ എന്നാൽ വ്യക്തമാക്കുക എന്നുള്ള അർത്ഥമാണ്, വിശദമാക്കുക. ലേറ്റർ ക്ലാരിഫൈസ്, പിന്നീട് വിശദമാക്കുന്നു. ആസ് വീഡിയോ ഗോസ് വൈറൽ. സ്റ്റോപ്പ്, അനുവദിക്കാൻ പറ്റാത്ത നിയമം, വാഹനം നിർത്താൻ പറ്റാത്ത നിയമം. കേരള സർക്കാർ നടത്തുന്ന പ്രീമിയം ബസ്സിൻ്റെ ജനൽ ചില്ല് ഒരു സ്ത്രീ അടിച്ചു തകർത്തു. വീഡിയോ വൈറലായതിനെ തുടർന്ന് ആ സ്ത്രീ അതുമായി ബന്ധപ്പെട്ടിട്ട് വിശദീകരണം നൽകി. അതെന്താണ് അതിന് പിന്നിലുള്ള കാരണം എന്നുള്ളത് വിശദീകരണം നൽകി. ഇതാണ് തലക്കെട്ട്. തീർച്ചയായും ഈ വാർത്തയിൽ നിന്ന് നിങ്ങൾക്ക് പുതിയ വാക്കുകളോ പുതിയ പ്രയോഗങ്ങളോ പഠിക്കാനായിട്ട് സാധിച്ചേക്കും. എ വൈറൽ വീഡിയോ ഓഫ് എ വുമൺ, ഒരു സ്ത്രീയുടെ വൈറലായിട്ടുള്ള വീഡിയോ. പാസഞ്ചർ എന്ന യാത്രക്കാരി. ബ്രേക്കിംഗ് എ KSRTC ബസ് വിൻഡോ, ഒരു KSRTC ബസ്സിൻ്റെ വിൻഡോ ഒരു സ്ത്രീ അടിച്ചു തകർക്കുന്ന, യാത്രക്കാരിയായിട്ടുള്ള സ്ത്രീ അടിച്ചു തകർക്കുന്ന വീഡിയോ ഹാസ് ട്രിഗേർഡ് വൈഡ് സ്പ്രെഡ് ഡിബേറ്റ് ഓൺ സോഷ്യൽ മീഡിയ. ട്രിഗേർഡ് എന്നാൽ കാരണമായി എന്നുള്ള അർത്ഥം. വൈഡ് സ്പ്രെഡ് എന്നാൽ വ്യാപകമായ. ഡിബേറ്റ് എന്നാൽ വിവാദം, ചർച്ച. ഒരു KSRTC ബസ്സിൻ്റെ ജനൽ ചില്ല് ഒരു സ്ത്രീ അടിച്ചു തകർത്തു. ആ വീഡിയോ വൈറലായി. അത് വ്യാപകമായിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ടുള്ള ചർച്ചകൾക്ക്, വിവാദങ്ങൾക്ക് അത് തീ കൊളുത്തി, കാരണമായി. ദി ഇൻസിഡൻറ്റ്, ഈ സംഭവം. റിപ്പോർട്ടഡ്ലി എന്നാൽ ലഭിച്ച വിവരപ്രകാരം ഹാപ്പൻഡ്, സംഭവിച്ചത്. എ ഫ്യൂ ഡേയ്സ് അഗോ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം ലഭിച്ച വിവരപ്രകാരം സംഭവിച്ചിട്ടുള്ളത്. റിപ്പോർട്ടഡ്ലി എന്നുള്ളത് പത്രക്കാർക്ക് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യമാണ്. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ടുക്ക് പ്ലേസ്, ഈ സംഭവം സംഭവിച്ചത്. ഓൺ എ കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ KSRTC സൂപ്പർഫാസ്റ്റ് പ്രീമിയം ബസ് നിയർ മിംസ് ഹോസ്പിറ്റൽ ഇൻ കോഴിക്കോട്. കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് വച്ച് ഒരു KSRTC ബസ്സിനകത്ത് വച്ചാണ്, അവിടെയാണ് ഈ സംഭവം സംഭവിച്ചിട്ടുള്ളത്. ദ വുമൺ, ഈ സ്ത്രീ. ആസ്ക് എന്നാൽ ഇവിടെ ആവശ്യപ്പെടുക എന്നുള്ള അർത്ഥം. ദ വുമൺ ആസ്ക്ഡ്, ആ സ്ത്രീ ആവശ്യപ്പെട്ടു. ദ ക്രൂ ടു സ്റ്റോപ്പ് ദ ബസ്. ക്രൂ എന്നാൽ അർത്ഥം ജോലിക്കാരൻ എന്നുള്ള അർത്ഥമാണ്. കപ്പലിലെയോ അല്ലെങ്കിൽ വിമാനത്തിലോ ഒക്കെ ഉള്ള ജോലി ചെയ്യുന്ന ആളുകൾ. ദ വുമൺ ആസ്ക് ദ ക്രൂ, ആ സ്ത്രീ ജോലിക്കാരോട് ആവശ്യപ്പെട്ടു. ടു സ്റ്റോപ്പ് ദ ബസ്, ആ ബസ് നിർത്താൻ ആവശ്യപ്പെട്ടു. നിയർ ദ ഹോസ്പിറ്റൽ, ആ ആശുപത്രിക്ക് അടുത്ത് വച്ച് സ്ത്രീ ജോലിക്കാരോട്, ബസ് ജീവനക്കാരോട് ആ ബസ് നിർത്താൻ ആവശ്യപ്പെട്ടു. സോ ഷീ കുഡ് ഗെറ്റ് ഡൗൺ എന്നാൽ ഇറങ്ങുക എന്നുള്ള അർത്ഥം. ബസ്സിൽ നിന്ന് ഇറങ്ങുക, ഗെറ്റ് ഡൗൺ. ആ സ്ത്രീക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്, ആ ബസ് നിർത്തുകയാണെങ്കിൽ ആ സ്ത്രീക്ക് അവിടെ ഇറങ്ങാം. അതിനു വേണ്ടിയിട്ട് ആ സ്ത്രീ ആ ബസ്സിലുള്ള ജീവനക്കാരോട് ബസ് നിർത്താൻ ആവശ്യപ്പെട്ടു. ഹവവർ, എന്നാൽ, എങ്കിലും. ദ ഡ്രൈവർ ആൻഡ് കണ്ടക്ടർ, ഡ്രൈവറും കണ്ടക്ടറും. ടോൾഡ് ഹർ, അവളോട് പറഞ്ഞു. റിപ്പീറ്റഡ്ലി എന്നാൽ തുടർച്ചയായി. ദാറ്റ് ദ പ്രീമിയം സർവീസ് വാസ് നോട്ട് അലൗഡ് ടു സ്റ്റോപ്പ് അറ്റ് ദാറ്റ് പോയിൻറ്റ്. പ്രീമിയം സർവീസ് ബസ് ആ സ്ഥലത്ത് നിർത്താൻ അനുവദിക്കപ്പെട്ടിട്ടില്ല, നിർത്താൻ പാടില്ല എന്നുള്ള കാര്യം. എന്നാൽ ഡ്രൈവറും കണ്ടക്ടറും ആ സ്ത്രീയോട് തുടർച്ചയായിട്ട് പറഞ്ഞു.
ക്ലാഷ് ഓൺ ബോർഡ്. ക്ലാഷ് എന്നാൽ ഇവിടെ വാക്കുതർക്കം എന്നുള്ള അർത്ഥമാണ്. ബോർഡ് എന്നാൽ ആ ബസ്സിനകത്ത് വെച്ച്. ക്ലാഷ് ഓൺ ബോർഡ്, ആ ബസ്സിനകത്ത് വാക്കുതർക്കമുണ്ടായി. ആൻഡ് ഡാമേജ്ഡ് ബസ്. ഡാമേജ് എന്നാൽ ഇവിടെ കേടുവരുത്തുക എന്നുള്ള അർത്ഥമാണ്. ബസ്സിന് കേടുപാട് സംഭവിപ്പിച്ചു. ആസ് ദി ആർഗ്യുമെൻറ്റ് കണ്ടിന്യൂഡ്. ആർഗ്യുമെൻ്റ് എന്നാൽ തർക്കം എന്നുള്ള അർത്ഥമാണ്, വഴക്ക്. ആസ് ദി ആർഗ്യുമെൻറ്റ് കണ്ടിന്യൂഡ്, ആ തർക്കം വഴക്ക് തുടർന്ന സമയത്ത് ദ വുമൺ സ്റ്റാർട്ടഡ് ഫിലിം ദ സ്റ്റാഫ് ഓൺ ഹെർ ഫോൺ. സ്റ്റാഫ് എന്നാൽ ഇവിടെ ജീവനക്കാരൻ എന്നുള്ള അർത്ഥമാണ്. ഫിലിം എന്നാൽ വീഡിയോ എടുക്കുക. ആ വാക്കുതർക്കം തുടർന്ന സമയത്ത് ആ സ്ത്രീ വീഡിയോ എടുക്കാൻ ആരംഭിച്ചു. അവളുടെ ഫോണിൽ ജീവനക്കാരൻ്റെ വീഡിയോ എടുക്കാൻ ആരംഭിച്ചു. ദ സിറ്റുവേഷൻ, സാഹചര്യം. എസ്കലേറ്റ്. എസ്കലേറ്റ് എന്നാൽ തീവ്രത കൂടുക എന്നുള്ള അർത്ഥം. ആ സാഹചര്യം വളരെ തീവ്രത കൂടിയ സമയത്ത് വെൻ ഷീ പിക്ഡ് അപ്പ് ദ എമർജൻസി ഹാമർ. വെൻ എന്നാൽ ആ സമയത്ത്, പിക്ഡ് അപ്പ് എന്നാൽ എടുത്തു, ഹാമർ എന്നാൽ ചുറ്റിക. എമർജൻസി ഹാമർ എന്നാൽ വാഹനത്തിന് തീ പിടിക്കുക, അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിക്കുന്ന സമയത്ത് ആ വാഹനത്തിൻ്റെ ഗ്ലാസ് അടിച്ചു തകർത്ത് പെട്ടെന്ന് പുറത്തു കടക്കാനുള്ള ഉപകരണമാണ് എമർജൻസി ഹാമർ. ആ ഹാമർ ആ സ്ത്രീ ആ സമയത്ത് എടുത്തു, ഈ സാഹചര്യം വഷളായ സമയത്ത്. കെപ്റ്റ് ഇൻസൈഡ് ദ ബസ്. കെപ്റ്റ് എന്നാൽ സൂക്ഷിച്ച, ഇൻസൈഡ് ദ ബസ് എന്നാൽ ബസ്സിനകത്ത് സൂക്ഷിച്ചിട്ടുള്ള എമർജൻസി ഹാമർ ആ സ്ത്രീ എടുത്തു. ആൻഡ് സ്മാഷ്ഡ്, എന്നിട്ട് അടിച്ചു തകർത്തു. ദ ഗ്ലാസ് ഓഫ് ദ ഫ്രണ്ട് ഡോർ, ആ ബസ്സിൻ്റെ ഫ്രണ്ടിലെ ഡോർ ആ സ്ത്രീ അത് എടുത്തു അടിച്ചു തകർത്തു. ദ വീഡിയോ ഓഫ് ദി ഇൻസിഡൻറ്റ്, ഈ സംഭവത്തിൻ്റെ വീഡിയോ ക്വിക്ക്ലി, പെട്ടെന്ന്, വെൻറ്റ് വൈറൽ ഓൺ സോഷ്യൽ മീഡിയ, ഈ സംഭവത്തിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് വൈറലായി. ഇൻ ദാറ്റ് ഫൂട്ടേജ്, ആ ദൃശ്യത്തിൽ, ഷീ ക്യാൻ ബി ഹേർഡ്, ആ സ്ത്രീ പറയുന്നതായിട്ട് കേൾക്കുന്നു. ഷീ ക്യാൻ ബി ഹേർഡ്, ആ സ്ത്രീ അങ്ങനെ പറയുന്നതായിട്ട് കേൾക്കുന്നു. ആസ്കിങ് ദ ബസ് ടു സ്റ്റോപ്പ്, ആ ബസ് നിർത്താൻ ആ സ്ത്രീ ആവശ്യപ്പെടുന്നതായിട്ട് ആ വീഡിയോയിൽ കേൾക്കുന്നു. വൈൽ, അതേസമയം, ദ സ്റ്റാഫ് റെസ്പോണ്ട്, ബസ്സിലെ ജീവനക്കാർ പ്രതികരിക്കുന്നു. ദാറ്റ് ദേ കനോട്ട് ബ്രേക്ക് എന്നാൽ ഇവിടെ ലംഘിക്കുക എന്നുള്ള അർത്ഥം. ദേ കനോട്ട് ബ്രേക്ക്, അവർക്ക് ലംഘിക്കാൻ സാധിക്കുകയില്ല. റൂൾസ്, ആ റൂട്ടിലെ നിയമങ്ങൾ അവർക്ക് ലംഘിക്കാൻ സാധിക്കുകയില്ല എന്ന് അതേസമയം ആ ബസ്സിലെ ജീവനക്കാർ പറയുന്നതായിട്ട് കേൾക്കുന്നു. ആ സ്ത്രീ ആവശ്യപ്പെടുന്നു ആ ബസ്സിലെ ജീവനക്കാരോട് ബസ് നിർത്താൻ വേണ്ടി. അതേസമയം ആ ബസ്സിലെ ജീവനക്കാർ പറയുന്നു അവർക്ക് ആ നിയമങ്ങൾ ലംഘിക്കാൻ സാധിക്കുകയില്ല. ഓൺലൈൻ റിയാക്ഷൻസ്, ഓൺലൈൻ പ്രതികരണങ്ങൾ. ഹാവ് ബീൻ ഡിവൈഡഡ്, വ്യത്യസ്തമായിട്ടുള്ള ഓൺലൈൻ പ്രതികരണങ്ങളുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള പ്രതികരണങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. സം യൂസേഴ്സ്, ചില ഉപഭോക്താക്കൾ. ഹാവ് സപ്പോർട്ടഡ് ഹെർ, ചില ഉപഭോക്താക്കൾ അവളെ പിന്തുണക്കുന്നു, അവളെ സപ്പോർട്ട് ചെയ്യുന്നു. വൈൽ, അതേസമയം, എ മെജോറിറ്റി ഓഫ് കൊമൻസ്, മെജോറിറ്റി എന്നാൽ ഭൂരിപക്ഷം, അതേസമയം ഭൂരിപക്ഷം കൊമെൻറ്റുകളും ഹാവ് സെഡ്, പറയുന്നു, ഹെർ ആക്ഷൻസ്, അവളുടെ പ്രവർത്തനങ്ങൾ, അവൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, വേർ റോങ്, അവൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തെറ്റാണ്. അൺഅക്സെപ്റ്റബിൾ എന്നാൽ അംഗീകരിക്കാൻ സാധിക്കാത്ത. ഡിവൈഡഡ് റിയാക്ഷൻസ് എന്നാൽ ഭിന്നാഭിപ്രായമുള്ള വ്യത്യസ്തമായിട്ടുള്ള പ്രതികരണങ്ങൾ. മെജോറിറ്റി ഓഫ് കൊമൻസ് എന്നാൽ ഭൂരിഭാഗം കമൻറ്റുകൾ. ചില ഉപഭോക്താക്കൾ അവളെ പിന്തുണച്ചു, അതേസമയം ഭൂരിഭാഗം കൊമൻറ്റുകളും അവളുടെ പ്രവൃത്തിയെ തെറ്റാണെന്നും അത് അംഗീകരിക്കാൻ സാധിക്കാത്തതുമാണെന്നും പറഞ്ഞു. പോലീസ് കേസ്. എക്സ്പ്ലനേഷൻ ആൻഡ് സെറ്റിൽമെൻറ്റ്. എക്സ്പ്ലനേഷൻ വിശദീകരണം, വിശദമായിട്ടുള്ള വിവരങ്ങൾ. ആൻഡ് സെറ്റിൽമെൻറ്റ് എന്നാൽ തീർപ്പ് കൽപ്പിക്കൽ, അത് ആ കേസ് തീർപ്പ് കൽപ്പിക്കലും അതിൻ്റെ വിശദീകരണവും. ദ മാറ്റർ, ഈ കേസ് വാസ് ലേറ്റർ ടേക്കൺ ടു ദ പോലീസ് സ്റ്റേഷൻ, പിന്നീട് ഈ കാര്യം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി, പോലീസ് സ്റ്റേഷനിലെത്തി. ഒഫീഷ്യൽസ്, ഉദ്യോഗസ്ഥർ. റിപ്പോർട്ടഡ്ലി റിലീസ്ഡ് ദ വുമൺ,
കിട്ടിയ വിവരപ്രകാരം ആ സ്ത്രീയെ പിന്നീട് പോലീസ് വിട്ടയച്ചു. ആഫ്റ്റർ അതിനുശേഷം ഷീ അഗ്രീഡ് അവൾ സമ്മതിച്ചു ടു പേ ഫോർ ദ ഡാമേജ് കോസ്റ്റ് ടു പബ്ലിക് പ്രോപ്പർട്ടി ആ സ്വകാര്യ സ്വത്തിന് ഉണ്ടായിട്ടുള്ള നഷ്ടത്തിനുള്ള പണം നൽകാമെന്ന് ആ സ്ത്രീ സമ്മതിച്ചു. അതിനുശേഷം അതിനെ തുടർന്ന് ആ സ്ത്രീയെ വിട്ടയച്ചു ഉദ്യോഗസ്ഥർ പറഞ്ഞു. അതിനുശേഷം ആഫ്റ്റർ ദ വീഡിയോ സ്പ്രെഡ് വൈഡ്ലി ഓൺലൈൻ. വൈഡ്ലി എന്നാൽ വ്യാപകമായി, സ്പ്രെഡ് എന്നാൽ പടരുക. വ്യാപകമായിട്ട് ആ വീഡിയോ പ്രചരിക്കപ്പെട്ടതിന് തുടർന്നതിന് ശേഷം ഷീ ഇഷ്യൂഡ് എ സ്റ്റേറ്റ്മെൻറ്റ്. ആ സ്ത്രീയുടെ പ്രസ്താവന പറഞ്ഞു. എക്സ്പ്ലെയിനിങ് ഹെർ സൈഡ്. എക്സ്പ്ലെയിനിങ് എന്നാൽ വിശദീകരിച്ചുകൊണ്ട്, അവരുടെ പക്ഷം വിശദീകരിച്ചുകൊണ്ട് ആ സ്ത്രീ വീഡിയോ വൈറലായതിനെ തുടർന്ന് ആ സ്ത്രീ വിശദീകരണം നൽകി. ഷീ സെഡ് ആ സ്ത്രീ പറഞ്ഞു. ഷീ ഹാഡ് അവൾക്ക് ഉണ്ടായിരുന്നു എൻ ഏർജൻറ്റ്. ഏർജൻറ്റ് എന്നാൽ തിടുക്കം, അടിയന്തരമായിട്ടുള്ള ആവശ്യം. ആ സ്ത്രീക്ക് അടിയന്തരമായിട്ടുള്ളൊരു ആവശ്യമുണ്ടായിരുന്നു. നീഡ് ടു യൂസ് എ ബാത്റൂം അറ്റ് ദ ടൈം. ആ സമയത്ത് ആ സ്ത്രീക്ക് ഒരു ബാത്റൂം ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. വിച്ച് കോസ്റ്റ് പാനിക്. അത് ഭയം ഉണ്ടാക്കി. ആൻഡ് മെൻ്റൽ പ്രഷർ. അത് മാനസിക സമ്മർദ്ദവും ഉണ്ടാക്കി. ആ സ്ത്രീക്ക് പെട്ടെന്ന് ബാത്റൂമിലേക്ക് പോകേണ്ടതുണ്ടായിരുന്നു. അത് ആ സ്ത്രീക്ക് ഭയവും ഉത്കണ്ഠയും ഉണ്ടാക്കി, അതിന് കാരണമായി. ഷീ ആഡഡ് ദാറ്റ് ആ സ്ത്രീ ചേർത്ത് പറഞ്ഞു. ഇൻ ദാറ്റ് സിറ്റുവേഷൻ ആ സാഹചര്യത്തിൽ ഷീ ഫെൽറ്റ് അവൾക്ക് അനുഭവപ്പെട്ട് തോന്നി. ഷീ ഹാഡ് നോ ഓപ്ഷൻ അവൾക്ക് മറ്റൊരു മാർഗമില്ലെന്ന്. ആൻഡ് യൂസ്ഡ് ദ എമർജൻസി ടൂൾ. അങ്ങനെ ആ എമർജൻസി ടൂൾ പെട്ടെന്ന് ഉപയോഗിക്കാനുള്ള ആ ഹാമർ ഉപയോഗിച്ച് ആ സ്ത്രീ ഗ്ലാസ് പൊട്ടിച്ചു. ഈ സ്ത്രീ പറഞ്ഞിട്ടുള്ള കാര്യമാണിത്. ഷീ ഹാഡ് നോ എന്നാൽ ആ സ്ത്രീക്ക് ഇല്ലായിരുന്നു ഓപ്ഷൻ, മറ്റൊരു മാർഗം. അങ്ങനെ ആ സ്ത്രീ എമർജൻസി ടൂൾ ഉപയോഗിച്ചു. ഷീ അഡ്മിറ്റ് എന്നാൽ സമ്മതിക്കുക. ഷീ അഡ്മിറ്റഡ് ഹെർ ആക്ഷൻസ് വേർ റോങ്. ആ സ്ത്രീ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ തെറ്റാണ് എന്ന് ആ സ്ത്രീ സമ്മതിച്ചു. സമ്മതിച്ചുകൊണ്ട് ആ സ്ത്രീ പറഞ്ഞു. ഷീ ഹാഡ് ഓൾറെഡി അപ്പോളജൈസ് എന്നാൽ മാപ്പ് ചോദിക്കുക. നിലവിൽ തന്നെ ആ സ്ത്രീ മാപ്പ് ചോദിച്ചിട്ടുണ്ട് ടു ദ സ്റ്റാഫ് ജീവനക്കാരോട് ഓൺ ദ സെയിം ഡേ. അതേ ദിവസം തന്നെ ആ ബസ്സിലെ ജീവനക്കാരോട് ആ സ്ത്രീ മാപ്പ് ചോദിച്ചിട്ടുണ്ട്. ആ സ്ത്രീ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തെറ്റാണെന്നും ആ സ്ത്രീ സമ്മതിച്ചു. ഷീ ഓൾസോ സെഡ് ആ സ്ത്രീ ഇതുകൂടെ പറഞ്ഞു. ദി ഇഷ്യൂ വാസ് സെറ്റിൽഡ് ആഫ്റ്റർ ഷീ പെയ്ഡ് 28,000 rupees to the ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഫോർ ദ ബ്രോക്കൺ ഗ്ലാസ്. ആ കേടുപാട് വരുത്തിയിട്ടുള്ള ആ ബസ്സിൻ്റെ ഗ്ലാസ്സിന് ആ സ്ത്രീ 28,000 രൂപ നൽകി. അങ്ങനെ ആ കേസ് ഒത്തുതീർത്തു. ഇതുകൂടെ ആ സ്ത്രീ പറഞ്ഞു. ഷീ ക്ലാരിഫൈഡ് ദാറ്റ് ആ സ്ത്രീ വ്യക്തമാക്കി. ദ ഡ്രൈവർ ആൻഡ് കണ്ടക്ടർ ഡ്രൈവറും കണ്ടക്ടറും വേർ നോട്ട് ഹെൽഡ് റെസ്പോൺസിബിൾ. ഡ്രൈവറും കണ്ടക്ടറും ഈ സംഭവത്തിന് ഉത്തരവാദികളല്ല. ഇതുകൂടെ ആ സ്ത്രീ പറഞ്ഞു. ആ സ്ത്രീ വ്യക്തമാക്കി. റെസ്പോൺസിബിൾ എന്നാൽ ഉത്തരവാദിയായ. ഷീ ഹാസ് ഏർജ് എന്നാൽ ആവശ്യപ്പെടുക എന്നുള്ള അർത്ഥം, ഉത്ബോധിപ്പിക്കുക. ഷീ ഹാസ് ഏർജ്ഡ് പീപ്പിൾ ആ സ്ത്രീ ജനങ്ങളോട് ആവശ്യപ്പെട്ടു പറഞ്ഞു. ടു സ്റ്റോപ്പ് നിർത്താൻ. ഷെയറിംഗ് ദ വീഡിയോ ആൻഡ് മീംസ്. മീം എന്നാൽ അർത്ഥം ഇൻ്റർനെറ്റിലൂടെ പ്രചരിപ്പിക്കുന്ന തമാശകൾ എന്നുള്ള അർത്ഥമാണ്. മീംസ് എന്നാൽ തമാശകൾ. ഇതുമായി ബന്ധപ്പെട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നതും അതുപോലെ ഇതിനെ ഇൻ്റർനെറ്റിലൂടെ തമാശ രൂപേണ ഇത് പ്രചരിപ്പിക്കുന്നതും ജനങ്ങളോട് നിർത്താൻ ആ സ്ത്രീ ആവശ്യപ്പെട്ടു. സേയിങ് പറഞ്ഞുകൊണ്ട് ഇറ്റ് ഈസ് കോസിങ് ഹെർ മെൻ്റൽ ഡിസ്ട്രസ് ആ സ്ത്രീയെ ഇത് മാനസികമായിട്ട് വേദനിപ്പിക്കാൻ ഇത് കാരണമാക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ ജനങ്ങളോട് ഇത് വീഡിയോ ഷെയർ ചെയ്യുന്നത് നിർത്താനും അതുപോലെ ഇതുമായിട്ട് തമാശകൾ പ്രചരിപ്പിക്കുന്നത് നിർത്താനും ആ സ്ത്രീ ആവശ്യപ്പെട്ടു.